ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സിമ്പിൾ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അനാറ് കൊണ്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ടാണ്. കാണാനുള്ള ഈ ഒരു മുഞ്ച് പോലെ തന്നെ കുടിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഉറുമാമ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള സൈസ് 2 ഉറുമാമ്പഴമാണ് എടുത്തിട്ടുള്ളത്, അതായത് അനാറ്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഈ ഒരു രീതിയിൽ ഇത് ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലിരിക്കട്ടെ. അതിനിടയിൽ നമുക്കൊന്ന് കസ്കസ് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിത് 1/2 കപ്പ് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അറിയാമല്ലോ, ഒരു 5-10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡിയാക്കുന്നതിന് മുന്നേ ഇതവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രിങ്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള അനാറ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് എടുത്തിട്ടുള്ളൂ. കാരണം നമ്മളിതിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പഞ്ചസാര തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 1.5 കപ്പ് പാൽ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെത് 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ പാൽ ഞാൻ മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാതെ മിക്സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാൽ ആദ്യം തന്നെ ഫുൾ ഒഴിക്കാതെ കുറച്ച് അരയാൻ പാകത്തിന് മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുത്തതിന് ശേഷം ബാക്കി ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണേ. പിന്നെ ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ചെറിയ സൈസ് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പകരം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഈ ഒരു ബൗളിൽ അരിപ്പ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു കളറ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. അപ്പോൾ നമ്മളിത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കായിട്ട് ചെയ്യല്ലേ, നമ്മളിതിലേക്ക് ഇനി കുറച്ച് ഐറ്റംസും കൂടി ചേർത്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തിക്നെസ്സിലല്ല കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കുന്നത്. കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു വേർഷൻ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിക്ക് നിങ്ങൾ ജ്യൂസായിട്ട് കുടിക്കുകയാണെങ്കിൽ ഈ ഒരു തിക്നെസ് കുടിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പും കൂടി പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ടാണ് പച്ചവെള്ളം ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഒന്നൊന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലൂസിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കിതിലേക്ക് കടിക്കാനുള്ള കുറച്ച് ഐറ്റംസും കൂടി ചേർക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുടിക്കുമ്പോഴൊക്കെ കേട്ടോ ടേസ്റ്റ് തിക്കായി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം മധുരം നോക്കിയിട്ട് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസിൽ അത് മൊത്തത്തിലായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 കൂടി 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിളും കൂടി എടുത്തിട്ടുണ്ട്, തൊലിയോട് കൂടി തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഉറുമാമ്പഴം കൂടി എടുത്ത്, അതായത് അനാറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൽ നിന്ന് കാണാനും, കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതും കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അനാറ് കൊണ്ടുള്ള ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റംസ് ഒന്നും ഇടുന്നില്ല, പ്ലെയിനായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലേ പാല് മാത്രം ഒഴിച്ചിട്ടുള്ള ആ ഒരു തിക്നെസ് കുടിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു മൊഞ്ചുള്ള കളറ് ഭയങ്കര രസമാണല്ലേ. എങ്ങനെ നമ്മൾ ഉറുമാമ്പഴം അടിച്ചാലും ഈ ഒരു കളറിൽ കിട്ടുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. അപ്പോൾ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്ത് വെച്ചാലും ടേസ്റ്റാണ്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്